ഓൾമോസ്റ്റ് എവറിത്തിങ്. എവറിത്തിങ് യു നീഡ് ടു നോ. ഹലോ ചങ്ങാതി. വെൽഫെയർഡോ പറീറ്റോ ഒരു ഇറ്റാലിയൻ എക്കണോമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം 1897 ഇംഗ്ലണ്ടിൻ്റെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെയും ഇൻകം ജനറേഷനെക്കുറിച്ചും സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് കണ്ടെത്തിയെന്നാൽ ഇംഗ്ലണ്ടിലെ വെറും 20% ഓഫ് ദി പോപ്പുലേഷൻ മാത്രമാണ് 80% ഓഫ് ദി ലാൻഡ് ആൻഡ് മണിയും കൈപ്പറ്റി വെച്ചിരുന്നത്. ഈ സർപ്രൈസിംഗ് ആയ കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം എന്ത് കണ്ടെത്തിയെന്നാൽ ഈ പ്രിൻസിപ്പിൾ എല്ലാ കൺട്രീസിലും ഒരുപോലെയാണ് നടന്നിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലെ എടുത്ത് നോക്കിയാലും അത് ഇതുപോലെ തന്നെയായിരുന്നു. വീണ്ടും കുറച്ച് ഡീപ്പായി റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വെറും പണത്തിൽ മാത്രം ഇത് റിലേറ്റ് ആകുന്നില്ല, മറ്റ് എല്ലാ കാര്യങ്ങളിലും ഈ 80-20 പ്രിൻസിപ്പിൾ വർക്ക് ആകുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ നിന്നും 80% ഓഫ് ഗ്രീൻ പീസ് 20% ഓഫ് പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടിയിരുന്നത്. നമ്മളിന്ന് ഈ പ്രിൻസിപ്പിളിനെയാണ് 80-20 പ്രിൻസിപ്പിൾ ഓർ പരേറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ സയൻറ്റിഫിക്കായി എല്ലാ കാര്യങ്ങളിലും അപ്ലൈ ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് ബിസിനസ്, ഹെൽത്ത്, സ്റ്റഡീസ്, പിന്നെ റിലേഷൻഷിപ്പിലും. ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് നമുക്ക് ലഭിക്കുന്ന 80% ഓഫ് റിസൾട്ട്സും നമ്മളുടെ 20% ഓഫ് ആക്ഷനിലൂടെയാണ് നടക്കുന്നത്. നമ്മൾ ജനറലി ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ ഒരുപാട് ആക്ഷൻസ് ചെയ്താൽ നമുക്ക് ഒരുപാട് റിസൾട്ട്സ് കിട്ടുമെന്ന് വിചാരിക്കും. എന്നാൽ നമ്മുടെ റിസർച്ചിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ചില നല്ല ആക്ഷൻസ് മാത്രമാണ് നമുക്ക് 80% ഓഫ് റിസൾട്ട് തരുന്നത്. ഈ പ്രിൻസിപ്പിൾ വന്നതിന് ശേഷം ധാരാളം ആളുകൾ ഈ പ്രിൻസിപ്പിൾ എല്ലാ കാര്യങ്ങളിലും മാച്ച് ആകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഈ പ്രിൻസിപ്പിൾ കറക്റ്റ് ആയിട്ട് തന്നെ മാച്ചായി. എക്സാമ്പിളിന് 20% ഓഫ് ക്രിമിനൽസും 80% ക്രൈം ചെയ്യുന്നു. 20% ഡ്രൈവേഴ്സ് കാരണമാണ് 80% ആക്സിഡന്റ് നടക്കുന്നത്. 20% കപ്പിൾസ് ആണ് 80% ഓഫ് ഡൈവേഴ്സിനും കാരണക്കാരായി മാറുന്നത്. 20% റോഡ്സിലാണ് 80% ട്രാഫിക് ഉള്ളത്. 20% ഡ്രസ്സാണ് നമ്മൾ 80%ഉം ഇടുന്നത്. ഇതുപോലെ ഇക്കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് പോകാൻ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. 20% ആൽക്കഹോൾ കൺസ്യൂമേഴ്സ് ആണ് 80% ഓഫ് ആൽക്കഹോളും കൺസ്യൂം ചെയ്യുന്നത്. 20% ലാൻഡ് മാത്രമാണ് 80% മിനറൽസ് തരുന്നത്. 20% ക്ലൗഡ്സ് കാരണമാണ് 80% മഴ വരുന്നത്. 20% ആക്ടേഴ്സിന് മാത്രമാണ് 80% പബ്ലിക് അറ്റൻഷൻ കിട്ടുന്നത്. 20% സയന്റിസ്റ്റ് ആണ് 80% ഇൻവെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഫൈനലായി 80% സെയിലാവുന്ന എല്ലാ ബുക്സും 20% ഓതേഴ്സിന്റെ ആയിരിക്കും. നമ്പേഴ്സൊക്കെ കൂടുതലും കുറവുമായിരിക്കാം, എന്നാൽ ഈ പ്രിൻസിപ്പിൾ എല്ലായിടത്തും വർക്കാകുന്നു. കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഒരുപാട് ഔട്ട്പുട്ട് തരുന്നത്. ശരി, ഈ 80-20 പ്രിൻസിപ്പിൾ നമുക്കെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? 80-20 പ്രിൻസിപ്പിൾ നമ്മളെ ജോലി ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നില്ല, എന്നാൽ ഔട്ട്പുട്ട് നൽകുന്ന കാര്യങ്ങളിൽ നമ്മളെ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഒരുപാട് റിസൾട്ട്സ് തരുന്ന ജോലി നമ്മൾ ചെയ്യണം. 80-20 പ്രിൻസിപ്പിൾ ഫോർ ബിസിനസ്. ഈ പ്രിൻസിപ്പിൾ ബിസിനസ്സിന് വേണ്ടിയാണ് ധാരാളമായി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കാലക്രമേണയാണ് എല്ലാ കാര്യങ്ങളിലും ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാനായി തുടങ്ങിയത്. സ്റ്റാർട്ടപ്സിൽ വരുന്ന പ്രോബ്ലം എന്തെന്നാൽ അവരെല്ലാം 80% ഓഫ് ടൈമും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ഫോക്കസ് ചെയ്ത് വേസ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിളിന് ലോഗോ എങ്ങനെ ഉണ്ടായിരിക്കണം, വെബ്സൈറ്റിന്റെ ലുക്ക് എങ്ങനെ ഉണ്ടാകണം, എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെ ആവശ്യം തന്നെയാണ്. എന്നാൽ ഇതിലൂടെ 80% ഓഫ് പീപ്പിൾസും അട്രാക്റ്റ് ആയി നമ്മുടെ കസ്റ്റമേഴ്സായി മാറാൻ പോകുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ എയിം എന്തായിരിക്കണമെന്നാൽ നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ എത്ര നന്നായി നൽകാമെന്ന് ചിന്തിച്ച് തീരുമാനിക്കണം. പിന്നെ ഇത് ചെയ്തതിന് ശേഷം മാത്രമാണ് മാർക്കറ്റിംഗും മറ്റുള്ള കാര്യങ്ങളും ഫോക്കസ് ചെയ്യേണ്ടത്. മാർക്കറ്റിംഗ് ചെയ്യുന്നത് പോലും 20% പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ചെയ്യേണ്ടത്. ഏതാണ് നമുക്ക് നല്ല റിസൾട്ട് തരുന്നതോ ആ പ്ലാറ്റ്ഫോമിലാണ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യവും നമ്മൾ ഓർമ്മയിൽ വെക്കണം, നമ്മളുടെ 20% ക്ലയൻസ് മാത്രമാണ് നമുക്ക് 80% പ്രോഫിറ്റ് തരുന്നത്. അതുപോലെ നമ്മുടെ 20% ക്ലയൻസ് ആയിരിക്കും 80% കംപ്ലൈന്റും ചെയ്യുന്നവരും. നമ്മളുടെ ഫോക്കസ് ഈ 20%നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ ആയിരിക്കണം. ഈ 20%ഉം നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് 80% വിന്നിംഗ് റിസൾട്ട്സ് കിട്ടും. 80-20 പ്രിൻസിപ്പിൾ ഫോർ സോഷ്യൽ ലൈഫ് ആൻഡ് ഹാപ്പിനെസ്. ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഫ്രണ്ട്സ് ആകണമെന്ന് തീരുമാനിച്ചു. എല്ലാവരോടും ടൈം സ്പെൻഡ് ചെയ്യാനും ചിന്തിച്ചു. എന്നാൽ ഇതൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നു എന്ന്. പിന്നെ ഇതിലൂടെ എന്റെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലെല്ലാം ഫോക്കസ് ചെയ്യാതെ ഞാൻ ഇരുന്നു. നമ്മുടെ എല്ലാവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കുമെന്നാൽ ഒരുപാടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കുമെന്ന് ചിന്തിക്കും. എന്നാൽ ഈ പ്രിൻസിപ്പിളിനെ അപേക്ഷിച്ച് നോക്കിയാൽ 80% ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെന്റും നമുക്ക് 20% ഫ്രണ്ട്സിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാരുമായി ടൈം സ്പെൻഡ് ചെയ്ത് വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന ഈ 20% പീപ്പിൾസിന്റെ അടുത്ത് മാത്രം ടൈം സ്പെൻഡ് ചെയ്ത് യൂസ്ഫുള്ളായി മറ്റു വർക്കെല്ലാം ചെയ്യൂ. 80-20 പ്രിൻസിപ്പിൾ ഫോർ സ്റ്റഡിയിങ്. എന്റെ ഒരു ഫ്രണ്ട് രാവിലെ മുതൽ രാത്രി വരെ പഠിച്ചുകൊണ്ടേയിരിക്കും. എന്റെ മറ്റൊരു ഫ്രണ്ട് വെറും 4 to 5 hours മാത്രമാണ് പഠിക്കുന്നത്.
പഠിക്കുന്നത്. എന്നാൽ റിസൾട്ട്സ് വരുമ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിനായിരിക്കും ബെറ്റർ റിസൾട്ട്സ് എപ്പോഴും കിട്ടുന്നത്. അവൻ പറയും ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നെന്ന്. എന്നാൽ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് അത് സമ്മതിക്കുകയേയില്ല. എൻ്റെ സെക്കൻഡ് ഫ്രണ്ട് അവൻ അറിയാതെ തന്നെ അവൻ 80-20 പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അവൻ 2 കാര്യങ്ങൾ ഫോളോ ചെയ്ത് 80-20 പ്രിൻസിപ്പിൾ യൂസ് ചെയ്തു. ഫസ്റ്റ് എന്തെന്നാൽ എന്ത് പഠിക്കണമെന്ന് അവൻ ആദ്യം തീരുമാനിച്ചു. എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവൻ എത്ര തന്നെ പഠിച്ചാലും ഒന്നും ശരിക്കും ഓർമ്മ വരില്ല. എന്നാൽ എൻ്റെ സെക്കൻഡ് ഫ്രണ്ട് ഇതിനു മുൻപ് വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കി ഏതാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കും. ടീച്ചേഴ്സിനോടും ചോദിക്കും. അവൻ അതെല്ലാം പഠിച്ചതിന് ശേഷമാണ് അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം വേണമെങ്കിൽ പഠിക്കുന്നത്. സെക്കൻഡ് കാര്യത്തിൽ അവൻ എങ്ങനെയാണ് 80-20 പ്രിൻസിപ്പിൾ യൂസ് ചെയ്തതെന്നാൽ ഏത് സമയം പഠിക്കണമെന്ന് അവൻ 80-20 പ്രിൻസിപ്പിൾ യൂസ് ചെയ്തു. ഹ്യൂമൻസിന് ഒരുപാട് നേരം ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അവൻ രാവിലെ തൊട്ട് രാത്രി വരെ പഠിച്ചതുകൊണ്ട് ഇടയ്ക്കിടെ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് എടുക്കുന്നതിലൂടെ ഡിസ്ട്രാക്ഷൻസ് വന്നുകൊണ്ടേയിരുന്നു അവന്. ഇതിലൂടെ അവൻ എത്ര സമയം പഠിച്ചാലും അവൻ പഠിക്കുന്നതൊന്നും ക്വാളിറ്റി സ്റ്റഡി ആകുന്നില്ല. എൻ്റെ സെക്കൻഡ് ഫ്രണ്ടിനെ അറിയാമായിരുന്നു അവന് രാവിലെ 9 AM മുതൽ വൈകുന്നേരം 6 PM വരെ നന്നായി പഠിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് അവൻ ആ ടൈം യൂസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. എന്നാൽ പഠിക്കുന്ന സമയം ഫുൾ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷനും പഠിക്കുന്നതിൽ മാത്രമാണ് വെച്ചത്. ബാക്കി എല്ലാ ഡിസ്ട്രാക്ഷനും അവൻ ഒഴിവാക്കി. ഇൻ ബിറ്റ്വീനിൽ ബ്രേക്സ് എടുക്കാനും തുടങ്ങി. അവന്റെ ഫോക്കസ് മാറിപ്പോകുന്നു എന്നവൻ മനസ്സിലാക്കിയപ്പോൾ അവന്റെ ഫോക്കസിൽ അവൻ ഡിസ്ട്രാക്ട് ആയാൽ വെളിയിൽ പോയി ഒന്ന് വാക്ക് ചെയ്തിട്ട് വരും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ ഫ്രഷ് ആയും ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അവൻ കുറച്ച് പഠിച്ചാൽ പോലും മറ്റുള്ളവരെക്കാൾ റിസൾട്ട്സ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വർക്ക് ചെയ്താലും ആ വർക്കിലുള്ള 20% കണ്ടെത്തൂ. ഇതിലൂടെ നിങ്ങൾക്ക് കുറച്ച് ടൈം ഉപയോഗിച്ച് ഡബിൾ റിസൾട്ട്സ് എടുക്കാൻ കഴിയും. പിന്നെ റിമൈനിങ് ടൈം ഒക്കെ നിങ്ങൾക്ക് അതർ ഇമ്പോർട്ടന്റ് തിങ്സിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് 80-20 പ്രിൻസിപ്പിൾ ബൈ റിച്ചാർഡ് കോച്ച് ഈ ബുക്കിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ബുക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ. ഓൾമോസ്റ്റ് എവറിത്തിങ് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ ഇരിക്കുക. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.